ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ പിക്സൽ 10 ആണ്. പിക്സൽ 10 നമുക്കിപ്പോൾ ജാനുവരി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ആൻഡ്രോയിഡ് വെർഷൻ 16 നമ്മുടെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് 5th ജാനുവരി 2026 നമുക്കിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഡിസംബറിൽ തൊട്ട് തന്നെ നമ്മുടെ പിക്സൽ ഡിവൈസുകൾക്ക് അപ്ഡേറ്റ് കുറച്ച് പണിയായിട്ടുണ്ട്. ചില സമയത്ത് എക്സാമ്പിളിനായിട്ട് നമ്മുടെ ഡിസംബർ അപ്ഡേറ്റ് തന്നെ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷേ കുറച്ച് മുമ്പ് കാണണ്ടായി. അങ്ങനെ കുറേ ഒരു ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിക്സൽ ഫോണുകൾക്കാണല്ലോ ഫസ്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് വരുന്നത്. പക്ഷേ ഈ ഡിസംബർ തൊട്ട് കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ട്. അത് കുറേ പേർക്ക് അപ്ഡേറ്റ് കറക്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ജനുവരി അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ദിവസമൊക്കെ കഴിയുന്നുണ്ട് ജനുവരി അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ട്. വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ നമുക്ക് ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ക്യാമറയിലത്തെ എന്താ പറയുക ഷട്ടർ സ്പീഡും അതുപോലെ തന്നെ എന്താ പറയുക എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിക്സൽ ഫോണുകളിൽ ഒരു ടൈം എടുക്കുന്നില്ലേ, അത് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മുമ്പത്തെക്കാട്ടും അത് കുറച്ചുകൂടി സ്പീഡായിട്ടുണ്ട്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും കാണാറില്ല. പിന്നെ നമ്മൾ മൾട്ടി യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ടെൻസറിൻ്റെ G5 പ്രൊസസ്സറാണല്ലോ, വലിയ പവർഫുൾ സംഭവം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഹെവി മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴും ഇപ്പോൾ നല്ല സ്മൂത്താണ്. ഒരു ചെറിയ ഷട്ടർ ലാഗും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടാവാറുണ്ട്, പക്ഷെ അതൊന്നും ഇല്ല പോട്ടെ. അപ്പോൾ അതൊക്കെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അവരത് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ആണല്ലോ ഗൂഗിളുകാരുടെ. അല്ലെങ്കിൽ അവർ ശരിക്കും അവർക്ക് സ്നാപ്ഡ്രാഗൺ 8 ഒക്കെ വെച്ച് ഇറങ്ങേണ്ട ഫോണാണ്. എന്താ വെച്ചാൽ അത്രയും പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഫോണാണല്ലോ. ഇപ്പോൾ അതിന് പകരം ഈ പിക്സൽ 10 9 ആണെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ടെൻസർ G5 ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് 70,000 80,000 ഫോണിലാണ് അവർ ഈ പ്രൊസസ്സർ വെച്ച് വരുന്നത്. അപ്പോൾ അവർ ഒപ്റ്റിമൈസേഷനിലാണ് ഫുൾ കളിക്കുന്നത്. അതുപോലെ തന്നെ എയും സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പ്രോ വെർഷനൊക്കെ നമുക്ക് 1 ഇയറിന് ഫ്രീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വേറെ കാര്യം. പിക്സൽ 10 ഇവിടെ ലോഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ അതായാലും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറയണ്ട, മാജിക് ക്യൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതായിരിക്കും. പിക്സൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നതായിരിക്കും മാജിക് ക്യൂ എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് കുറേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി നല്ലൊരു കിടിലൻ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഇത് ആർക്കും വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാവുന്ന സംഭവമാണ് കേട്ടോ ഈ സാധനം. ഇത് നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് കുറേ പേർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ എന്താ പറയുക പ്ലേ സ്റ്റോറിലുണ്ട്. ഡോക്യുമെൻറ്റ്സിനും വെബ്സൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നോട്ട്ബുക്ക് എല്ലാം. പിക്സൽ യൂസേഴ്സാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പിക്സൽ വാച്ചുകൾക്ക് ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റിൽ ആ പിക്സൽ വാച്ചുകൾക്ക് നിങ്ങൾ പിക്സൽ വാച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാച്ചിൻ്റെ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഒരു അപ്ഡേറ്റ് ഓൾറെഡി ലേറ്റസ്റ്റ് ജനുവരി അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും അതാണ് മെയിനായിട്ട് ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. വേറെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഇതിനു മുമ്പും വലിയ ബാറ്ററി ഡൈൻ ഇഷ്യൂസ് ഒന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അതെൻ്റെ പ്രൈമറി ഫോണല്ല, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി പിക്സൽ 9ഉം 8 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 7 hour ഒക്കെ സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്തൊരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു നമ്മുടെ ജനുവരി അപ്ഡേറ്റ് പിക്സലിൻ്റെ കേട്ടോ. മറക്കണ്ട, കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പിക്സൽ യൂസർ ആണെങ്കിൽ ജനുവരി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്തൊരു കാണാം.